നമസ്കാരം. കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ ആദ്യമായി കാപ്പ കേസ് പ്രതിയായ ബി.ജെ.പി. കൗൺസിലർ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു ജനപ്രതിനിധി ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോത്തുകോണം വാർഡ് കൗൺസിലറുമായ ബി.ജെ.പി. പ്രതിനിധി ആർ. സുഗതനാണ് വിയ്യൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തത്. ജയിലിലെ ലൈബ്രറി ഹാളിൽ ഒരുക്കിയ പ്രത്യേക വേദിയിൽ വെച്ച് തിരുവനന്തപുരം മേയർ വി. രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈശ്വരനാമത്തിലായിരുന്നു സുഗതന്റെ സത്യപ്രതിജ്ഞ. ദൈവങ്ങളുടെ പേരെടുത്തു പറഞ്ഞും ബലിദാനികളുടെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തതിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 ബി.ജെ.പി. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു. വിധിയെ തുടർന്ന് മറ്റു 19 പേരും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ ആയിരുന്നതിനാൽ സുഗതന് അവർക്കൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് സത്യപ്രതിജ്ഞയ്ക്കായി സുഗതൻ നെടുമങ്ങാട് കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കുകയായിരുന്നു. കാപ്പ കേസ് പ്രതിയായതിനാൽ സുഗതനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയില്ലെന്ന് പ്രോസിക്യൂഷൻ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. NSS സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരായ പ്രചാരണം അസംബന്ധമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഉപരാഷ്ട്രപതിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും NSS ജനറൽ സെക്രട്ടറി ജി. സുകുമാരൻ നായർക്കെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ NSSനെ നെഞ്ചോട് ചേർത്ത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വസ്തുതകൾ വ്യക്തമാക്കുന്നു എന്ന തലക്കെട്ടിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അദ്ദേഹം പാർട്ടി നിലപാട് വ്യക്തമാക്കിയത്. NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ബി.ജെ.പി. നിലപാട് സ്വീകരിക്കുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും സത്യവിരുദ്ധവും വസ്തുതാ വിരുദ്ധവുമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രധാന ഭാഗങ്ങൾ താഴെ പറയാം. NSSന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബി.ജെ.പി. ഒരു കാലത്തും ഇടപെട്ടിട്ടില്ല, ഇനി ഇടപെടുകയുമില്ല. ഹിന്ദു സമൂഹത്തിലെ സുശക്തമായ സമുദായ സംഘടന എന്ന നിലയിൽ NSSനെയും അതിന്റെ ജനറൽ സെക്രട്ടറി ജി. സുകുമാരൻ നായരെയും ബി.ജെ.പി. ഏറെ ബഹുമാനിക്കുന്നു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റതു മുതൽ തനിക്ക് എല്ലാവിധ പിന്തുണയും സഹായങ്ങളും നൽകിയ വ്യക്തിയാണ് ജി. സുകുമാരൻ നായർ. അദ്ദേഹവുമായി ഏറെ വ്യക്തിപരമായ അടുപ്പമുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന നായർ സമുദായങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന NSSനെയും അതിന്റെ നേതൃത്വത്തെയും രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ബി.ജെ.പി. ഏറെ ഉത്തരവാദിത്വത്തോടെ മാത്രമേ സമീപിക്കൂ. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ചങ്ങനാശ്ശേരിയിൽ നടത്തിയ പ്രസംഗങ്ങൾ NSS നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണെന്ന ചർച്ചകൾ കൊഴുക്കുന്നതിനിടയിലാണ് വിവാദങ്ങൾക്ക് തടയിടാനും പെരുന്നയുമായുള്ള ബന്ധം വഷളാകാതിരിക്കാനും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് രംഗത്തിറക്കിയിരിക്കുന്നത്. പാലായിൽ രാഷ്ട്രീയ പോരുമുറുകുന്നു. അവിശ്വാസത്തിന് മുന്നോടിയായി തുടർച്ചയായ കൗൺസിൽ യോഗങ്ങളുമായി ചെയർപേഴ്സൺ. പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കെ രാഷ്ട്രീയ തന്ത്രങ്ങളുമായി പാലാ നഗരസഭയിൽ കൗൺസിൽ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം. പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയ ചർച്ചകൾക്ക് തൊട്ടു മുൻപായി 4 ദിവസങ്ങളിൽ തുടർച്ചയായാണ് പാലായിൽ കൗൺസിൽ യോഗങ്ങൾ നടക്കുക. യോഗങ്ങൾ എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 3:30 നിശ്ചയിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലെ കൗൺസിൽ യോഗങ്ങൾ കഴിയുമ്പോൾ പ്രതിപക്ഷത്തിന്റെ പല ചോദ്യങ്ങൾക്കും മറുപടിയാവുമെന്നും ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുമെന്നുമാണ് ഭരണപക്ഷത്തെ സ്വതന്ത്ര മുന്നണി കൗൺസിലർമാരുടെ നിലപാട്. നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനുവിനെതിരെ പ്രതിപക്ഷം നൽകിയ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള നിർണായക ചർച്ച ജൂലൈ 21 നടക്കുക. നിലവിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം കൗൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് എതിരാണ്. ഭരണസഖ്യത്തിന് കോൺഗ്രസ് പിന്തുണ പിൻവലിച്ച പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയവുമായി രംഗത്തെത്തിയത്. ജോസഫ് വിഭാഗത്തിന്റെ പിന്തുണയും രാഷ്ട്രീയ സമവാക്യങ്ങളും പാലായിൽ കേരള കോൺഗ്രസ് എം അധികാരം എടുക്കാതിരിക്കാൻ തന്ത്രപ്രധാനമായ നീക്കത്തിലാണ് മറ്റു ചില പാർട്ടികൾ. കോൺഗ്രസിലെ ഒരു വിഭാഗം എതിർക്കുമ്പോഴും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സ്വതന്ത്ര മുന്നണിയോട് അനുഭാവപൂർണമായ സമീപനമാണുള്ളത്. വരുന്ന കൗൺസിൽ യോഗങ്ങളിൽ പാലാ KM മാണി സ്മാരക ജനറൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രധാന ചർച്ചയാകും.
ആശുപത്രി സമിതിയിൽ കേരള കോൺഗ്രസ് എം പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ ഈ യോഗങ്ങളിൽ ഉണ്ടായേക്കും. വരും ദിവസങ്ങളിലെ കൗൺസിൽ യോഗങ്ങളും ജൂലൈ 21 അവിശ്വാസ പ്രമേയ ചർച്ചയും പാലാ നഗരസഭയുടെ ഭാവി ഭരണം നിർണയിക്കുന്നതിൽ നിർണായകമാകും. സഭാ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന വിധ്വംസക ശക്തികളെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് മാർ ജോസ് പുളിക്കൽ. നേഴ്സുമാരെ മുന്നിൽ നിർത്തി കത്തോലിക്ക സഭയെയും സ്ഥാപനങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന വിധ്വംസക ശക്തികളെ വിശ്വാസി സമൂഹം ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത മെത്രാൻ മാർ ജോസ് പുളിക്കൽ പ്രസ്താവിച്ചു. ആരോഗ്യമേഖലയിലെ കച്ചവടക്കാർക്ക് കവചമൊരുക്കാൻ രാജ്യത്തെ തന്നെ മികച്ച മെഡിക്കൽ കോളേജ് ആശുപത്രികളായ ജൂബിലിയിലും അമലയിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് ചിലരുടെ ശ്രമം. തൃശൂർ അതിരൂപത ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പ്രതിരോധ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണകൂടങ്ങൾ ആതുര ശുശ്രൂഷ രംഗത്തേക്ക് കടന്നു വന്നിട്ട് ഒരു നൂറ്റാണ്ട് മാത്രമേ ആകുന്നുള്ളൂ എന്ന് ചൂണ്ടിക്കാണിച്ച മാർ ജോസഫ് പുളിക്കൽ 1-ാം നൂറ്റാണ്ട് മുതൽ ക്രൈസ്തവർ നല്ല സമരിയക്കാരായി ഈ രംഗത്തുണ്ടെന്നും ഓർമ്മിപ്പിച്ചു. തൃശൂർ അതിരൂപതയുടെ അഭിമാന സ്തംഭങ്ങളായ ജൂബിലി, അമല ആശുപത്രികളെ അസ്വസ്ഥപ്പെടുത്താൻ കേരള കത്തോലിക്ക സഭ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ സമരത്തിന് പിന്നിൽ അദൃശ്യ ശക്തികളുടെ തിരക്കഥയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. സമരം ചെയ്യുന്ന നഴ്സുമാരോട് ആരംഭം മുതൽ കാരുണ്യത്തോടെയുള്ള സമീപനമാണ് ആശുപത്രി അധികൃതർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ആശുപത്രികൾക്ക് ചുറ്റും ഇപ്പോൾ നടക്കുന്ന നാടകത്തിന്റെ തിരക്കഥ മറ്റെവിടെയോ ആണ് രചിക്കപ്പെടുന്നത്. സകല ശക്തിയും ഉപയോഗിച്ച് തിന്മയുടെ ശക്തികളെ അതിരൂപത ചെറുക്കും. സഭയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നിർബാധം തുടരുക തന്നെ ചെയ്യും, മാർ ടോണി നീലങ്കാവിൽ കൂട്ടിച്ചേർത്തു. അതിരൂപത അധ്യക്ഷനോടും സഭയോടും അവഹേളനപരമായി പെരുമാറുന്നവർ തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അന്ധകാര ശക്തികളെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് അകലം പാലിക്കണമെന്നും അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. പ്രതിരോധ സംഗമത്തിൽ അതിരൂപതയിലെ വിവിധ ഇടവകളിൽ നിന്നായി 10,000-ഓളം വിശ്വാസികളാണ് തൃശൂർ ടൗൺ ഹാളിൽ അണിനിരന്നത്. ഇത് ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന് ഏറ്റ മുറിവിന്റെ പ്രതിഫലനമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ അഭിപ്രായപ്പെട്ടു. ജൂബിലി ആശുപത്രി ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻകുരിയിൽ, അമല ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, സഭാധാരം PI ലാസർ, CRI സെക്രട്ടറി സിസ്റ്റർ ജോളി ചിറ്റിലപ്പള്ളി, ഷെവലിയർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു. മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംബ്ലാക്കൽ, മോൺസിഞ്ഞോർ ജോസ് കോനിക്കര, ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ഫാദർ ജോസ് നന്ദിക്കര, ഷിൻഡോ മാത്യു, ഡോക്ടർ ജോബി തോമസ്, ഷെവലിയർ പ്രൊഫസർ KM ഫ്രാൻസിസ്, ആന്റണി A, ജോർജ് ചിറമൽ, പ്രൊഫസർ ജോർജ് അലക്സ്, ജോജു മഞ്ഞില, ഉജ്ജല ബിജു തുടങ്ങിയ പ്രതിരോധ സംഗമത്തിന് നേതൃത്വം നൽകി. ഹൃദയ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് പ്രസക്തിയേറുന്നു. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിലിന്റെ ഉജ്ജ്വല സ്മരണയ്ക്കായി ഇരിങ്ങാലക്കുട രൂപത ആരംഭിച്ച ഹൃദയ പാലിയേറ്റീവ് കെയർ ആൻഡ് ഹോസ്പീസിന്റെ 9ാം വാർഷിക സമ്മേളനം ബിഷപ്സ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. കേരളത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക ആരോഗ്യ സാഹചര്യങ്ങളിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളുടെ ആവശ്യകതയും പ്രസക്തിയും നാൾക്കുനാൾ ഏറി വരികയാണെന്ന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഓർമ്മിപ്പിച്ചു. വേദനിക്കുന്നവർക്കും ആലംബഹീനർക്കും കാരുണ്യത്തിന്റെ തണലേകാൻ ഹൃദയ പാലിയേറ്റീവ് കെയറിന് സാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ നീരത്ര സ്വാഗതവും ഹൃദയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഷാജു ചിറയത്ത് നന്ദിയും രേഖപ്പെടുത്തി. ഫാദർ റിൻഡോ തെക്കിനിയത്ത് വാർഷിക റിപ്പോർട്ടും സെബി പറന്നിലം ഹോസ്പിസ് റിപ്പോർട്ടും സാജു പുത്തിരിക്കൽ ധനകാര്യ റിപ്പോർട്ടും യോഗത്തിൽ അവതരിപ്പിച്ചു. ഹൃദയ പാലിയേറ്റീവ് കെയറിന്റെ കീഴിൽ മികച്ച സേവനം കാഴ്ചവെക്കുന്ന ഇരിങ്ങാലക്കുട നോർത്ത്, സൗത്ത്, കൊടകര, ചാലക്കുടി, മാള, വെള്ളിക്കുളങ്ങര എന്നീ വിവിധ ശാഖകളിലെ പ്രവർത്തന റിപ്പോർട്ടുകൾ അതത് സ്റ്റാഫ് അംഗങ്ങൾ യോഗത്തിൽ സമർപ്പിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച്
എടത്തുരുത്തി താടിക്കാരൻ കുടുംബം കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സൗജന്യമായി നൽകിയ ഭൂമിയുടെ ഔദ്യോഗിക കൈമാറ്റ ക്രമവും നടന്നു. ഫാദർ ജോസ് മളിയേക്കൽ, ജോർജ് പാലത്തിങ്കൽ, CM പോൾ, ടോണി ചെറിയാൻ, വിൽസൺ കൂനമാവ്, ഡേവിസ് കണ്ണമ്പിള്ളി, ആനി ആൻഡു, ലിജി സെബാസ്റ്റ്യൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു. തൃശൂർ പുത്തൂർ സെന്റ് ജോൺസ് കോൺവെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് ബെഞ്ചുകൾ വിതരണം ചെയ്ത് കെ രാജൻ MLA. പുത്തൂർ നമ്പ്യാർ റോഡിലെ സെന്റ് ജോൺസ് കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യമൊരുക്കി കെ രാജൻ MLA. സ്കൂളിലെ കുട്ടികൾക്കായി 20 പുതിയ ബെഞ്ചുകളാണ് അദ്ദേഹം വിതരണം ചെയ്തത്. MLA ഫണ്ട് ഉപയോഗിച്ചാണ് ബെഞ്ചുകൾ തയ്യാറാക്കി നൽകിയത്. തന്റെ 10 വർഷത്തെ ജനപ്രതിനിധി ജീവിതത്തിനിടയിൽ നിരന്തരം സന്ദർശിക്കാനുള്ള വിദ്യാലയമാണിതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നാട്ടിലെ കുട്ടികളെയൊക്കെ ഇങ്ങോട്ട് തന്നെ വിടുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഏറ്റവും സ്നേഹസമമായിട്ടുള്ള ഇടപെടലും സഹായവും ഇവരുടെ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. ഇനിയും സ്കൂളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കില്ല. ധൈര്യമായിട്ട് ഞങ്ങളോട് സഹോദരന്മാരെ പോലെ പറയാം. MLA എന്നൊക്കെ പറഞ്ഞാൽ, മന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഉയരത്തിലുള്ള ആളുകളൊന്നും അല്ല ഞങ്ങൾ. സാധാരണ നിങ്ങളൊപ്പം ഉള്ള ആളുകളാണ്. 5 കൊല്ലം ഇടക്കാലത്ത് മന്ത്രി എന്നതിൽ ഒരുപാട് ജോലി തിരക്കുകളിലൂടെ യാത്രയായതുകൊണ്ട് കുറച്ച് കുറഞ്ഞ സമയമേ നമുക്ക് കാണാനും ഉപയോഗിക്കാനും പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതൽ സമയം കിട്ടുന്നുള്ള സന്തോഷത്തിലാണ് വ്യക്തിപരമായിട്ട് ഞാൻ. അതുകൊണ്ട് ഏതാവശ്യവും ഏതർത്ഥത്തിലും പറഞ്ഞാൽ മനുഷ്യസാധ്യമായതാണെങ്കിൽ അത് സാധിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാകില്ല. അതുകൊണ്ട് ഇതിലവസാനിപ്പിക്കണമെന്നില്ല. ആശയങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പരസ്പരം പങ്കുവെച്ച് നമുക്ക് നന്നായിട്ട് സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങളുടെ കുറവ് കുട്ടികൾ നേരിട്ട് പങ്കുവെച്ചപ്പോഴാണ് ഈ കരുതലിന് തുടക്കമിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ MLA ആയ 10 വർഷക്കാലമായി ഈ വഴി കടന്നു പോകുമ്പോൾ ഇവിടെ കയറാറുണ്ടെന്നും തങ്ങളുടെ സ്കൂളിൽ മാത്രം ആവശ്യത്തിന് ബെഞ്ചുകളില്ല എന്ന് കുട്ടികളുടെ സങ്കടം കേട്ടപ്പോഴാണ് ഇതിനായി മുൻകൈയെടുത്തതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്കൂളിന് സ്വന്തമായി ഫണ്ടില്ലാത്ത സാഹചര്യത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ച് ഇവ തയ്യാറാക്കി. വ്യക്തിപരമായി ചെയ്യാൻ സാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ പ്രയാസമൊന്നുമില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. വിദ്യാർത്ഥികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വരും ദിവസങ്ങളിലും മുൻഗണന നൽകുമെന്നും MLA കൂട്ടിച്ചേർത്തു. സ്കൂളിൽ നടന്ന ലളിതമായ ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ലിബിയ, PS അഖിൽ, ഫാദർ ജോജു പനക്കൽ, സിസ്റ്റർ മേസി, സിസ്റ്റർ മാർ ജോസ് പാഴപ്പള്ളി, അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും രക്ഷിതാക്കളും പങ്കെടുത്തു. കഠിനാധ്വാനത്തിന്റെ വിജയം. IIT മദ്രാസിൽ നിന്ന് PhD നേടി കാതറീൻ തോമസ്. കഠിന ശ്രമവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ഏതൊരു കൊടുമുടിയും കീഴടക്കാമെന്ന് തെളിയിക്കുകയാണ് കാതറീൻ തോമസ്. രാജ്യത്തെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ IIT മദ്രാസിൽ നിന്നും കാതറീൻ തോമസ് വിജയകരമായി PhD കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കീഴിലുള്ള ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈൻ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ വിഭാഗത്തിലാണ് കാതറീൻ ഗവേഷണം പൂർത്തിയാക്കിയത്. പ്രശസ്ത ഗവേഷകനും പ്രൊഫസറുമായ ഡോക്ടർ ബോബി ജോർജിന്റെ കൃത്യമായ മാർഗനിർദ്ദേശമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന യേശുദേവന്റെ വചനം നെഞ്ചിലേറ്റിക്കൊണ്ട് ആഗോള കത്തോലിക്ക അൽമായ സംഘടനയായ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി എറണാകുളം സെൻട്രൽ കൗൺസിലിലെ പറവൂർ ഏരിയ കൗൺസിലിന്റെ വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും കെടാമംഗലം ആരോഗ്യമാതാ പള്ളി ഹാളിൽ വെച്ച് പ്രൗഢഗംഭീരമായി നടന്നു. പറവൂർ ഫൊറോന സഹവികാരി ഫാദർ സിറിൽ പാലക്കൽ സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്രയ്ക്ക് സിസ്റ്റമാറ്റിക് ആയ ഒരു സംഭവം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ രൂപപ്പെട്ടു എന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ ഇതെല്ലാം ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഓരോന്നും ചെയ്യാനെന്ന്
പഠിപ്പിച്ചത് വിശുദ്ധ വിൻസെന്റ് ഡി പോളാണ്. ചെയ്യുന്ന ഓരോ കാര്യത്തിനും അത് ജീവകാരുണ്യ പ്രവർത്തികളുടെ വലിപ്പത്തെക്കാളുപരി അത് ചെയ്യുന്ന കാര്യത്തിന് കൃത്യമായിട്ട് കണക്കും കൃത്യമായിട്ട് റിപ്പോർട്ടുകളും ഉണ്ടാകണമെന്ന് വിൻസെന്റ് ഡി പോൾ തന്റെ ജീവിതകാലത്തെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു തന്നതാണ്. പിന്നീട് ഏരിയ പ്രസിഡന്റ് PV ജോബി പള്ളത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എറണാകുളം സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റ് പീറ്റർ സെബാസ്റ്റ്യൻ മുഖ്യ പ്രഭാഷണം നടത്തി. ചിന്ത നമ്മളിലേക്ക് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാർഷിക യോഗം സംഘടിപ്പിക്കുന്നത്. ഈ വാർഷിക യോഗത്തിൽ കുടുംബാംഗങ്ങളെ കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ യോഗത്തിൽ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു വിൻസെൻഷന്റെ പ്രവർത്തനത്തിന് പൂർണ്ണമാവണമെങ്കിൽ അവന്റെ കുടുംബാംഗങ്ങളുടെ സഹകരണം കൂടി നമ്മുടെ പ്രവർത്തനത്തിന് ആവശ്യമുണ്ട്. അതാണ് ഇത്തവണ പ്രത്യേകം കുടുംബ വാർഷികം കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. MV ജോസ് മഴുവഞ്ചേരി സമ്മേളനത്തിൽ പ്രത്യേക ക്ലാസ് നയിച്ചു. നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാട് വസ്ത്രങ്ങൾ ബാക്കിയിരിക്കുന്നുണ്ടാവും. നമ്മുടെയൊക്കെ വീട്ടിൽ നിങ്ങളൊക്കെ പലപ്പോഴും നിങ്ങളുടെ അലമാര തുറന്നിട്ട് ചിലപ്പോൾ സാരികളോ അല്ലെങ്കിൽ ഷർട്ടുകളോ ഒക്കെ ചിലപ്പോൾ അലമാരിൽ ചാടിയിട്ട് വീഴുന്നുണ്ടാവും. ഒരു കാലത്ത് ഉപയോഗിക്കാത്ത സാരികളും ചുരിദാറുകളൊക്കെ അലമാരിലിരിക്കുന്നുണ്ടാവും. കുറച്ച് അതങ്ങ് എടുത്ത് ആർക്കെങ്കിലും കൊടുക്കുക, ആർക്കെങ്കിലും ഉപകാരപ്പെടുത്തരുത്. വെറുതെ അവിടെ വെച്ചതുകൊണ്ട് എന്താണ് ഉപകാരം? ജോൺസൺ ഊരാളി, സിസ്റ്റർ ഡോക്ടർ റോസ് ജോസ്, വിനു കുരിശിങ്കൽ, റാണി ജെയിംസ്, ഡേവിസ് മഴുവഞ്ചേരി, സിസ്റ്റർ ആലിസ്, ഷാജൻ വടക്കുംചേരി, CJ ജോയ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു. നമ്മൾ സംഘടന നവീകരിക്കണം, സഭയും നവീകരിക്കണം എന്നതായിരുന്നു വാക്കാണ് അദ്ദേഹം തോന്നിയപ്പോഴാണ് എനിക്ക് തോന്നിയത്. ആ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളും തകർന്നു പോകുന്നത് ബാഹ്യമായ ആക്രമണം കൊണ്ടല്ല, ആന്തരികമായി തീർന്നതുകൊണ്ടാണ്. ഏത് സംഘടനയും ഏത് സംസ്കാരവും ഏത് രാജ്യവും തകർന്നു പോകുന്നത്. ഇന്ത്യ തകരണമെങ്കിൽ പാകിസ്ഥാൻ ആക്രമിക്കേണ്ട, നമ്മൾ തന്നെ ചെറിയാൽ മതി. അത് പറഞ്ഞത് ഞാനല്ല, വളരെ പ്രസിദ്ധനായിരിക്കുന്ന ചരിത്രകാരൻ ആർണോൾഡ് ടോയിൻബിയാണ്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടും സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിനോടുമനുബന്ധിച്ച് തൃശൂർ സിറ്റി പോലീസ് ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പോസ്റ്റർ മേക്കിംഗ് മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി വൈഗ വി പ്രദീപ് മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കുത്താമ്പുള്ളി പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി അഭിജിത്ത് കാളിദാസ് 2ാം സ്ഥാനവും, കുറ്റേക്കര സെന്റ് ജോൺസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി അന്യൂഗ PS 3ാം സ്ഥാനവും നേടി. ജില്ലയിലെ 62 സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നടന്ന ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് IPS വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വിദ്യാർത്ഥികൾക്ക് വലിയ പങ്കുവഹിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ തൃശൂർ സിറ്റി നാർക്കോട്ടിക് സെൽ ACP ഷിബു P, സോഷ്യൽ പോലീസിംഗ് വിഭാഗം സബ് ഇൻസ്പെക്ടർ ജയപ്രകാശ് എന്നിവരും വിജയികളായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും പങ്കെടുത്തു. തിരുവനന്തപുരത്ത് വാഹനാപകടം. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായ മലയാളി യുവതി മരിച്ചു. തലസ്ഥാനത്തുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായ യുവതിക്ക് ദാരുണാന്ത്യം. അടാട്ട് ശ്രീകുമാരൻ സുഭദ്ര ദമ്പതികളുടെ മകൾ അനുഷ മതിലകത്ത് ആണ് ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച റാങ്ക് കരസ്ഥമാക്കി ഉദ്യോഗരംഗത്ത് തിളങ്ങി നിൽക്കവെയാണ് അനുഷയെ മരണം കവർന്നത്. സിവിൽ സർവീസിലെ മിടുക്കിയായ ഒരു ഉദ്യോഗസ്ഥയെയാണ് ഈ അപകടത്തിലൂടെ നഷ്ടമായിരിക്കുന്നത്. ശ്രീജയാണ് മരണപ്പെട്ട അനുഷയുടെ സഹോദരി. സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. അനുഷയുടെ അപ്രതീക്ഷിത യോഗത്തിൽ ഞെട്ടിലാണ് കുടുംബവും സുഹൃത്തുക്കളും. മുൻ രാഷ്ട്രപതി R വെങ്കിട്ടരാമന്റെ മുൻ സെക്രട്ടറി പൂവപ്പിള്ളി ഗോപിനാഥ് അന്തരിച്ചു. മുൻ രാഷ്ട്രപതി R വെങ്കിട്ടരാമന്റെ സെക്രട്ടറിയും രാജ്യസഭാ സെക്രട്ടേറിയറ്റ് മുൻ ഉദ്യോഗസ്ഥരുമായിരുന്ന കൊടുങ്ങല്ലൂർ സ്വദേശി പൂവപ്പിള്ളി ഗോപിനാഥ് ആണ് മരിച്ചത്. മുൻ കേന്ദ്രമന്ത്രിമാരായിരുന്ന മാർഗരറ്റ് ആൽവ, വയലറ്റ് ആൽവ എന്നിവരുടെ സെക്രട്ടറിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.
പരേതരായ ചാണയിൽ മാധവമേനോന്റെയും പൂവപ്പള്ളി ദേവകി അമ്മയുടെയും മകനാണ്. പരേതയായ കാരിക്കത്ത് ശോഭന ഭാര്യയും ജയന്ത്, ഗോപിനാഥ്, അഡ്വക്കേറ്റ് പാർവതി പുഷ്പാകർ എന്നിവർ മക്കളുമാണ്. പരേതനായ അഡ്വക്കേറ്റ് പുഷ്പാകർ, പ്രസീത മേനോൻ എന്നിവർ മരുമക്കളാണ്. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിക്ക് ശൃംഗപുരം ബൈപ്പാസിന് പടിഞ്ഞാറ് വശമുള്ള വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.